കല്യാണം കഴിഞ്ഞ് 2 കൊല്ലത്തെ കുട്ടികൾ വേണ്ട. നല്ല തീരുമാനം. പക്ഷേ ഈ തീരുമാനം വീട്ടുകാരോ ഒക്കെ അറിഞ്ഞാൽ ആദ്യം പറയും ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയും AMH നോക്കുക. AMHന്റെ ലെവല് കുറഞ്ഞു പോയാൽ പിന്നെ പറയും ഡോണ്ട് വേസ്റ്റ്, പെട്ടെന്ന് പ്രഗ്നന്റ് ആവും. ഇത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ AMH കൂട്ടാൻ വല്ല വഴിയുണ്ടോ? എന്താ AMH എന്ന് പറയുന്നത്? നമ്മുടെ ഓവറിലുള്ള ചെറിയ ചെറിയ അണ്ടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് AMH. അത് നമ്മുടെ ഓവറിയുടെ റിസർവ് അല്ലെങ്കിൽ ഓവറിലുള്ള അണ്ടങ്ങളുടെ നമ്പേഴ്സിനെയാണ് ഇൻഡയറക്ട്ലി കാണിക്കുന്നത്. ആക്ച്വലി ബൈ മോഡേൺ മെഡിസിൻ AMH കൂട്ടാൻ നമുക്ക് പറ്റില്ല. ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിൽ ഇത് കൂട്ടാന്നൊക്കെയുള്ള പല പ്രബന്ധങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊരു മോഡേൺ മെഡിസിൻ എന്ന് വെച്ചാൽ എവിഡൻസ് ബാക്ക് മെഡിസിൻ ആണ്. ഒരു സയന്റിഫിക് ഡാറ്റ ഓഫ് ഇൻക്രീസിംഗ് ദ AMH അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. പിന്നെ നമുക്ക് ഒരു എഗിന്റെ റെസ്പോൺസിവ്നെസ്സും എഗിന്റെ ക്വാളിറ്റി ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം AMH എന്ന് പറയുന്നത് ജസ്റ്റ് ഷോസ് ദി ക്വാണ്ടിറ്റി, നമ്പേഴ്സ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്തുവാ? നമ്പേഴ്സിനേക്കാൾ ഉപരി ക്വാളിറ്റി. എഗിൻ അത് പ്രായമാണ്. അപ്പം ഇവർ 30 വയസ്സുള്ള ലേഡി വിത്ത് ലോ AMHും ഒരു 40 വയസ്സുള്ള ലേഡി വിത്ത് ഹൈ AMHും ആരായിരിക്കും ആദ്യം പ്രഗ്നന്റ് ആവുന്നത്? ഡെഫിനറ്റ്ലി 30 വയസ്സുള്ള ലേഡി. ബിക്കോസ് ആ പെൺകുട്ടിയുടെ എഗിന്റെ ക്വാളിറ്റി നല്ലതാണ്. അപ്പം AMH കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ AMH കൂടുമെന്നൊക്കെ പറയുന്നത് ഒരു പരിധി വരെ നോട്ട് കറക്റ്റ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഫാമിലി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ AMH നോക്കുക. എനി മെഡിസിൻ വിൽ ഇംപ്രൂവ് ദ AMH എന്ന് പറയുന്നത് ഐ വിൽ നോട്ട് എഗ്രി ടു ഇറ്റ്.